ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധുസിന്റെ ഒരു അടിപൊളി വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. ഇതെന്നാന്നറിയോ, ഞാൻ കുറച്ച് ഞാൻ കാര്യത്തിൽ വലിയ ഇവിടെ കൊണ്ട് വെച്ചിരുന്നതാണ്. ഇത് പാപ്പു ഒക്കെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ കിച്ചൺ സെറ്റ് അതെല്ലാം കൂടെ സ്റ്റോക്ക് ചെയ്ത് ഇട്ടിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. വലിയ കാര്യത്തിൽ സൂക്ഷിച്ച് വെച്ചേക്കുന്ന കവറിലിട്ട് പോകുന്നിടത്തൊക്കെ കൊണ്ടുപോകാൻ ആയിരിക്കും. അപ്പം കുറെ എന്നാ പറയുന്നത്, ചേട്ടായിയും കിങ്ങിണിമോളും ഞാനും ഞങ്ങളെല്ലാവരും കൂടെ ഉള്ള ഹാപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലവർ അല്ല സോറി പറയുന്നത് തെറ്റിപ്പോയി, കോളിഫ്ലവർ ബജ്ജി ഉണ്ടാക്കാം. വാ നമുക്കും സിന്ധുമമ്മിയുടെ കൂടെ പോവാ. ഇവിടെ നിന്ന് രാവിലെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ കിടന്നേ, മൊത്തം സാധനങ്ങളായിരുന്നു കേട്ടോ. പപ്പ ഒന്ന് തമിഴ്നാടിന് പോയിട്ട് വന്നാൽ മാത്രമേ ഓർമ്മയുള്ളൂ. ഇത് നോക്കി നിറച്ച് പച്ചക്കറി സാധനങ്ങളും എല്ലാം കൊണ്ടുവന്ന് ഇത് കുഞ്ഞു കുവിച്ച വന്നു കേട്ടോ. അത് സൂക്ഷിച്ചില്ലെങ്കിൽ മൊത്തം പെരക്കാത്താവും. അതിപ്പം ഇപ്പൊ തന്നെ വെള്ളത്തിനകത്ത് ഇട്ടു, ഉപ്പിനകത്ത്. എന്നിട്ട് പിള്ളേർക്ക് കൂടെ വേണം കഴിക്കട്ടെ. ഇതേണ്ടേ ഞാനിത് രാവിലെ തന്നെ കട്ട് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് വെച്ചതാണ് കേട്ടോ. ഇനി ഇവനെ ചെറുതായിട്ടൊന്ന് ആവി കയറ്റി ഒന്ന് തിളപ്പിച്ചിട്ട് ഇങ്ങോട്ട് എടുക്കും. എന്നിട്ട് ഇവനെ ഒന്ന് പൊരിച്ചൊന്ന് കൊടുക്കാം. എന്നിട്ട് അടി കാണിച്ചു തരാം. ജാനി വെച്ച് ഇതിന്റെ ആൾക്കാരെ മുട്ട എടുത്തോ? കോഴി മുട്ട ഇട്ട് കാണത്തില്ലേ? അപ്പൊ അതൊക്കെ പോയി എടുക്കട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ആരും മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് ലൈക്ക് അടിക്കുക എല്ലാം ചെയ്തോ. പെട്ടെന്ന് കേറി വരട്ടെ, അടിച്ച് കേറി വാ മക്കളെ. എല്ലാവരും പെട്ടെന്ന് വീഡിയോ കാണണം കേട്ടോ. വീഡിയോ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകുന്നു, ഭയങ്കരമായിട്ട് വ്യൂസ് ഒക്കെ കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഇവര് വരുമ്പോഴത്തെ വീഡിയോ എങ്കിലും നല്ല വൈബായിട്ട് നിൽക്കണ്ടേ. അപ്പം ആരും മുടിയൊക്കെ കളർ ചെയ്തങ്ങ് സൂപ്പർ ആക്കി വെച്ചേക്കുക. ഈ വയസ്സിനെക്കാലത്ത് നമ്മള് പൊളിച്ചെടുക്കുമല്ലേ ഹെന്നയാണ് കേട്ടോ. പിന്നെ ഇപ്പൊ ഹെന്നത്തും നിർത്തണമെന്ന് പറയുമെന്ന് അറിയത്തില്ല, ഇസ്ലാമിലിയ ഉള്ളതുകൊണ്ട്. ഏതായാലും നമുക്ക് നോക്കാം അല്ലേ. എന്നാ ഭയം ഇവരെ വന്ന് കയറി കാണിക്കുന്ന അംഗങ്ങൾ നോക്ക്. ഇത് ഷീറ്റ് മാറ്റുമായിരുന്നു. ഇവര് വരുമെന്നൊന്നും എനിക്കറിയില്ല, കമ്പിളി പോലും മേടിച്ചിട്ടില്ല. അതെ വന്ന് കേറിയപ്പം പോലെ ചൂട വിച്ചു കമ്പനി പഠിച്ചതന്നെ മാല പഠിച്ചെന്നാരാ കാലൊക്കെ എന്നിട്ട് കറയോ? അതാരാ പൂഞ്ചിയും മാറും എന്തിയെ? ഓണേ എന്റെ ദൈവമേ, അവിടുത്തെ വെട്ടുമാരിയല്ലേ ഇത്, പൊങ്ങിത്തെറിക്കാറ് കാലുവേന എടുക്കും. ആ കേട്ടോ, അവിടുത്തെ സ്പ്രിങ് ബോട്ട് മാരി കിടന്ന് 4 കാലം പറിച്ച് ചാടിയ. കാലുവേനെടുക്കും വേണ്ട വേനെടുത്തേ. അവിടുത്തെ ചാടുന്ന മാതിരി ചാടുന്നത് ഞാൻ പറഞ്ഞായിരുന്നോ? അയ്യോ നോക്കിച്ച് വീണോ? എവിടെ വല്ലെടുത്തോ? വണ്ടിയാലോ? സൈക്കിളും ചുമന്നോണ്ടാണ് നടക്കുന്നേ. ആണോ? എന്റെ ദൈവമേ മതി. ഓ ഇതൊരു ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. ആരാ പഠിച്ചെന്ന്? മറന്നുപോയി. എന്നതിനാ വഴി വെച്ച് കണ്ടേ? ഇടി മുട്ട് വേദന എടുക്കുന്ന ഇങ്ങോട്ട് കൊച്ചു കാറേ വന്നപ്പോ എന്നാ കണ്ട വഴി? സോപ്പ് ചൂനന്റെ ആണോ? അത് ചൂപ്പന്റെ ആ സോപ്പ് ചൂനന്റെ ആണോ? ഇങ്ങോട്ട് വന്നപ്പോ വഴിയില് മാമനെ കണ്ടോ? കണ്ടു. കുഞ്ഞുമാവേനെ കണ്ടോ? ആണോ? ഇതെന്നാ ഈ തുള്ളുന്നേനാ? ഇതെന്നാ എന്തിനാ ഈ തുള്ളുന്നേ? കാലുറക്കുന്നില്ലേ? കള്ളു കുടിച്ചിട്ടുണ്ടോ? എന്റെ പോന്റെ ഇതൊരു വലിയ സർപ്രൈസ് ആയിപ്പോയി കേട്ടോ.
അവൾക്ക് എങ്ങോട്ടാന്നൊക്കെ മനസ്സിലാതെ ഇവിടെ വന്നപ്പോഴായിരിക്കും. ബാബു നോക്കി കാണിക്കുന്നത് ഭയങ്കര അംഗങ്ങളാണല്ലോ. അതാ ഞാനും അങ്ങനെ നോക്കി അന്നവിടെ കുഞ്ഞിനെ ഈ നെക്കളൊന്നും അവിടെ കാണാറില്ല. പൊന്നെ മതി, നമുക്ക് കണ്ടിട്ട് അത്ഭുതം തോന്നുന്നല്ലേ മിളകം കുറവസ കണ്ട. മതി 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 മതി. ബാ ചോറ് തരാം. ബാ ചിക്കനും മാവും തട്ടെ. നിനക്ക് വേണ്ടേ? എനിക്ക് വേണ്ടേ? വേണമെങ്കിൽ വേണമെന്ന് പറയും. ആണോ? എൻ്റെ പൊന്നെ, ഇത് ചില്ലറ അംഗമല്ല കേട്ടോ. അപ്പം ഈ സർപ്രൈസുകളെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ മാറ്റിയതാണ്. എവിടെയാണ് പോയി നിൽക്കുന്നതെന്ന് കണ്ടോ? കണ്ടോ നിൽക്കുന്നേ? ആരൊക്കെയാണെന്ന് മനസ്സിലായോ? സൈക്കിളും എടുത്തുകൊണ്ട് പോയതാണ് കേട്ടോ. സൈക്കിളും ഒക്കെ കാറേ വെച്ചോണ്ടൊക്കെയാണ് വന്നേക്കുന്നത് കേട്ടോ. കണ്ടോ എൻ്റെ ദൈവമേ. അപ്പം സർപ്രൈസ് അമ്മൂൻ്റെ വീഡിയോയിലൂടെ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുക കേട്ടോ. നോക്കി അത് ശരി. മതി, പോരെ, സന്ധ്യയായി, പോരെ. സർപ്രൈസുകളെ ഓടിച്ചതാ. അയ്യോ അയ്യോ, വായോ. ആരും കല്യാണിയും ഒക്കെ ആയിട്ട് ഭയങ്കര കളിയായിരുന്നു പറഞ്ഞു കേട്ടോ. ഞാൻ രാവിലെ തന്നെ തൊഴിലുറപ്പിന് പോയായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഭയങ്കര അംഗവും കളിയും കുത്തുമായിരുന്നു കേട്ടോ ഇവരെല്ലാം കൂടെ. എന്തായാലും സന്തോഷമായിട്ടിരിക്കട്ടെ പിള്ളേർ. കല്യാണിയായിരുന്നു അങ്ങോട്ട് പോയി നോക്കി. ഇത് കണ്ടോ, സൈക്കിൾ ഓടിച്ചോണ്ട് പാടി. എൻ്റെ പൊന്നെ, പുറകോട്ട് മറിഞ്ഞേക്കല്ലേ അങ്ങനെ പിടിക്കുമ്പോൾ. മിച്ചുൻ്റെ ആണോ കാർ? ആരുടെ? അല്ല, ഇന്നലെ ചേട്ടായി ചോദിച്ച ആരുടെയാണ് ഈ കാറത്? ചൂന ആരുടെയാണ്? മിച്ചുവിൻ്റെ അത്. കാർ ആരുടെ മന? കിയ ആരുടെ? ഇങ്ങോട്ട് ചോദിച്ച് കിയ ആരുടെ? നോക്ക്, ഉണ്ടോ അങ്ങ് നോക്ക്. കിയ ആരുടെ? ആരുടെ വണ്ടി? കാറ് പെണ്ണിൻ്റെയോ? അയ്യോ, പെരക്കകത്ത് കയറിക്കോ, കൊതുക് കയറും. ഒരു ദഹള. കൊച്ചമ്മേനെ തപ്പിക്കൊണ്ടിരിക്കട്ടെ. അമ്മ എന്റെ പൊന്നോ ഇവിടെ ഉണ്ടായിരുന്നോ? കാക്കത്തി വന്ന്. അയ്യോ, കാക്കത്തിനെ കടിച്ചു. അയ്യോ, ഇന്ന് പാപ്പു വന്ന് ബെല്ലടിച്ചത് ഓടിച്ചെന്ന് കേട്ടോ. തുറന്നു. ഞാൻ ക്യാമറ ആയിട്ട് വന്നപ്പോഴത്തേനും അടുക്കള എത്തി. എൻ്റെ പൊന്നെ, ഇത് കാണിക്കാവോ? ഇത് നോക്ക. ഞാൻ ഒരു വിധത്തിലാണ് ഇപ്പോൾ ഒളിച്ചു വെച്ചത്. മറ്റേതായിരുന്നു. അല്ല, അവള് എന്ന് കഥ തുറന്നല്ലോ. അല്ല, വേറെ സൂത്രമുണ്ട്, വേറെ. എൻ്റെ ഏട്ടേ, അതെല്ലാം കൂടെ കൊടുക്കാൻ പോയേട്ടേ. അത് ഞാൻ ക്യാമറയ്ക്കകത്തല്ല നോക്കുന്നത്, സത്യം. ഈ മുട്ടായി എല്ലാം കൂടി സ്വന്തമായിട്ട് അവള് ചേട്ടായോട് ഈ പ്രാവശ്യം ഭയങ്കര ലോകിയോ അല്ലേ? എനിക്ക്
എനിക്കും അത്ഭുതം തോന്നി. ചേട്ടാ ഇന്നലെ അതിന് കിടന്നും പറഞ്ഞു എന്റെ അടുത്തോട്ട് പറഞ്ഞില്ലാത്ത സാധനം എന്റെ അടി ഇത്ര അടുത്തത്. ആ ഒരു കുരു കൊടുക്ക് പാപ്പൂന്. ഇത്രയും നേരം ഒരു കുരു വെച്ച് തരുമായിരുന്നു എനിക്ക്. സൂപ്പറാ തിന്നോളെ. കുരു സൂപ്പറാ. അല്ലെ എടുക്കാൻ സമ്മതിക്കല്ലോ. വെല്ലടിക്കുമ്പോഴത്തേനും കാറിക്കൊണ്ടോട്ടം. എടി ഭയങ്കരി. എന്റെ ദൈവമേ മതി. കൊണ്ടോ പാപ്പുന്റെ ഒച്ച കണ്ടോ? അയ്യോ പാപ്പുന്റെ മാലയൊക്കെ കിട്ടിയെന്നോ കൊച്ചിന്? മാലയൊന്നും വേണ്ട, മാലയൊന്നും വേണ്ട. എങ്ങനത്തെ ആക്രാന്തം പരിപാടിയൊന്നുമില്ല. നമുക്ക് അവിടെ വെച്ചോളാം, ട്രോയ്ക്കകത്ത് വെച്ചോളാം. കണ്ടോ? ആ മതി മതി മതി. പച്ചക്കറി, പേരക്ക. പാപ്പു കമ്പത്തിന് പോവല്ലേ വരും. തണ്ണിമത്തൻ. പിന്നെ ഉച്ചയ്ക്ക് മുമ്പേ ഇച്ചിരി ബീഫ്. ഞങ്ങൾ കറി വെച്ചോളാം. ബലൂൺ പറഞ്ഞില്ലേ? പാപ്പുന്റെ പിന്നെ ബലൂൺ പറഞ്ഞില്ലേ? പറയോ? അപ്പച്ചാന്ന് അറിയാണ്ട് ഓർമ്മ വന്നങ്ങ് വിളിച്ചതാട്ടാ. അച്ഛൻ കിണ്ടുമൊക്കെ ചെയ്യും. ലിസ്റ്റ് പറ. മാങ്ങാപ്പഴമൊക്കെ പറഞ്ഞോ? ബലൂണിന്റെ കാര്യം പറഞ്ഞോ? ഇന്നലെ കമ്പത്തിന് പോയേക്കും. എന്നിട്ട് എനിക്ക് ഒച്ച രാവിലെ നന്നായിട്ട് അടച്ചിരിക്കുക കേട്ടോ. രാവിലെ ആശുപത്രി പോവാതിരിക്കാൻ പറ്റത്തില്ല. ഇത് കിങ്ങിണിക്ക് മേടിച്ചോണ്ടൊക്കെ സാധനങ്ങളാണ്. എൻ്റെ ദൈവം. പിന്നെ തണ്ണിമത്തൻ, ചോളം, പേരയ്ക്ക, മുന്തിരി, പിന്നെ ഇത് മൊത്തം പച്ചക്കറി കേട്ടോ. എല്ലാ സൈസ് പച്ചക്കറിയും മേടിച്ചു. അതുകൊണ്ട് കുറേശ്ശെ മേടിക്കാൻ പറഞ്ഞു വിട്ടതാണ്. ഇതാ ഒരു ലോഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓ ഇത് കൊള്ളാം കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. കിങ്ങിണി എൻ്റെ ഭയങ്കര സന്തോഷമായിക്കോളും. കണ്ടോ നല്ല രസമുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ട് കേട്ടോ. കിച്ചൺ സെറ്റ് മിനി ടോയ്സ്. കിങ്ങിണി പച്ചക്കറിയാണ് മേടിച്ചതെന്ന് കാണിക്കാം കേട്ടോ. വെണ്ടയ്ക്ക, ക്യാബേജ്, കോളിഫ്ലവർ, ഇത് പടവലങ്ങ, മുരിങ്ങയ്ക്ക. ഇതൊരു തോരൻ വയ്ക്കുന്ന സാധനം കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. പിന്നെ ക്യാപ്സിക്കം, കുക്കുംബർ, ഇതിന് മുള്ളങ്കി, മത്തങ്ങ, വെള്ളരി, തക്കാളിപ്പഴം, ചേന, ബീൻസ്, പച്ചമുളക് മാത്രം കുറച്ചേ മേടിച്ചിട്ടുള്ളൂ. ക്യാരറ്റ്, 2 തക്കാളിപ്പഴം ചീത്തയായിപ്പോയി, ബീട്രൂട്ട്, കോവയ്ക്ക. അവിടെയും അപ്പം തമിഴ്നാട്ടിലും പച്ചക്കറി മോശമാണ് എന്ന് പറയാം. എന്നാലും കുഴപ്പമില്ല. എന്നാലും ഇത്രയും സാധനത്തിന് 230 രൂപ 240 രൂപ കണ്ടേ ആയുള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. 250 രൂപയോ? അങ്ങനെ ഉണ്ട്, അത്രേ ആയുള്ളൂ. 200 കൂട്ടിയാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇത് മേടിക്കണമെങ്കിൽ എങ്ങനെ പോയാലും 600 രൂപയ്ക്ക് മുകളിലാകും കേട്ടോ. അപ്പം നല്ല കാര്യമായില്ലേ. പകുതി കുമാരിച്ചേച്ചിക്ക് കൊടുത്തേക്കാന്ന് ഓർത്തു. എന്നാന്ന് വെച്ചാൽ എല്ലാം കൂടെ വെച്ചുകൊണ്ടിരുന്നാലും ചീഞ്ഞു പോകും. മൊത്തം ഒരു അവിയലൊക്കെ വെക്കാം, ഒരു സാമ്പാർ വെക്കാം, പിന്നെ തോരനൊക്കെ വെക്കാം. എന്നാലും പകുതി കുമാരിച്ചേച്ചിക്കും കൂടെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. പിന്നെ മുന്തിരി മേടിച്ചു. അതുകൊണ്ട് മുന്തിരി പകുതി പിള്ളേർക്ക് കൊടുത്തു വിടാം. കണ്ടോ മേടിച്ചോണ്ട് വന്നതാ. ഹായ് ടട്ടി. ചിന്നു അല്ല, പാപ്പു കൂടെ മേടിച്ചോണ്ട് വെച്ചിട്ട് പാപ്പു വീണ്ടും കടയിൽ പോയി. ഇന്നലെ കൊച്ചു പാപ്പുവിനെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ എടുത്തോണ്ട് കൊടുത്തോണ്ട് ഷിൻഡു വന്ന് പാപ്പു മേടിച്ചോണ്ട് വെച്ചതാ. ഉത്തരാവും ഞെല്ലിയാണോ? ചട്ടി, സ്പൂണ്. ചോക്കി. ഹായ് ചട്ടി. സൂപ്പറാണോ? സ്പൂണ്, ടീസ്പൂണ് മസ്റ്റാണ് ഞങ്ങൾക്ക് അല്ലേ? പാമ്പറൊക്കെ കൊണ്ട് ഊര എണീറ്റ് വന്നതേ ഉള്ളൂ കേട്ടോ. എന്നാൽ പോയി പാമ്പറൊക്കെ ഊരിയിട്ട് നമുക്ക് പൊട്ടിക്കാം. പല്ലിയൊക്കെ പോയി പല്ലൊക്കെ ചേച്ചിട്ട് നമുക്കത് പൊട്ടിക്കാവേ. വേണ്ട നമ്മുടെ ബജ്ജി ഇവിടെ സെറ്റാകുന്നുണ്ട് കേട്ടോ. വേണ്ട കുറച്ച് വേണ്ട കുറച്ച് വേണ്ട. അവർ
എന്നെടുക്കും ഒന്ന് നോക്കിയിട്ട് വരാവേ. അയ്യോ ചൂന എന്നെടുക്കുവാ? കുക്ക് ചെയ്യുവാണോ? എന്നാ ഉണ്ടാക്കി? ചിക്കൻ കറി വെച്ചോ? ഓ, അടപ്പൊക്കെ അടച്ചു വെച്ചാണോ വേവിക്കുന്നത് കറിയൊക്കെ? എന്നാ കറിയാ വെച്ചേ? അടപ്പൊക്കെ വെച്ച് അടച്ചു വെച്ചു. എന്നാ കറിയാ വെച്ചേ? തോരനാണോ? ആണോ? സാമ്പാർ വെച്ചോ? ആ, അവിടെ ഉണ്ടോ സാമ്പാർ? ചോറോ? അത് ചോറ്. ഓക്കെ. ആ, എന്നാൽ എല്ലാം ഉണ്ടാക്കിക്കോ കേട്ടോ. ആ, കുക്ക് ചെയ്തോളേ. ആ ആ, അമ്മ അവിടെ കറി വെക്കാം. ആകാശം കാണാൻ. അയ്യോ, അവൻ താഴോട്ട് വീഴും. എൻ്റെ പൊന്നെ, ഇവിളി ചട്ടമ്പ കേട്ടോ. ഇവിടെ മുറ്റത്ത് ഇറങ്ങി എന്നിട്ട് കളിക്ക്. വർക്കട പുറത്തോട്ടെങ്ങാനും വീണെങ്കിൽ എടാ, അവള് തല്ലെങ്കിൽ താഴോട്ട് വീടോ കൊച്ചാ. നീ ഇങ്ങോട്ട് കയറി നിൽക്കേ ഉണ്ടോ? ആ, അവന് ഭയങ്കര ഇഷ്ടമാണ്. അവന് അവളുടെ ഇതിനനുസരിച്ച് നിന്ന് കൊടുക്കും. ആ, എന്നാ അഭിപ്രായമാണെങ്കിലും കാണിക്കാൻ അവൻ നിന്ന് കൊടുക്കും. അതാ ഉണ്ടോ? നെകളം കൊണ്ടോ? നെകളം ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ആകാശം നോക്കി. അപ്പം ആരും കുളിക്കുന്നൊന്നുമില്ലേ? ഞാൻ കുളിക്കാൻ പോവാ ഫസ്റ്റ്. ആണ്ട് അമ്മ കുളിക്കാൻ പോകുന്നു. മാ, നമുക്ക് പോകാം. ആ, കൊച്ചു കുളിച്ചു. അമ്മയ്ക്ക് കറി വെക്കണം. കയറി വാ. ആ, മിടുക്കി. അവിടെ കല്യാണി ചേച്ചിയും കുളിച്ചു, കൊച്ചും കുളിച്ചു. ബാ, ഓടി വാ. ബാ, നീ നാളെ കളിക്കാന്ന് പറ. നാളെ കളിക്കാൻ ചേച്ചിന്ന് പറ. ഓക്കെ, ടാറ്റ, ബൈ ബൈ ഉമ്മയെന്ന് പറ. അയ്യോ എൻ്റെ അമ്മേ. ആ, പോ. അന്നെങ്കിൽ നീ വീട്ടിൽ എന്നിൻ്റെ പോലെ പോന്ന്. ആഹാ, സന്ധ്യ ആകാത്തോണ്ട് അവൾക്ക് പോകാൻ മടിയാണേ. അവൾ ഉറങ്ങുമായിരുന്നു തോന്നും. ഇന്ന് വലിയ നേരം പകൽ കളിക്കാൻ സമയം കിട്ടിയില്ല അല്ലേ? എനിക്ക് ഈ മുറ്റത്ത് തണുപ്പിടിച്ച് നിന്നിട്ട് ഇതിലെ പൊടി. ആ, അമ്മ വഴിയായില്ലെന്ന് അറിയത്തില്ലേ? പോ. അപ്പോൾ തകർപ്പും മേളാങ്കവും ഒക്കെ കൊണ്ട് സതീശൻ ഞാനല്ലേ? ആ, അപ്പം വേണ്ടേ വീഡിയോ ഞാൻ വൈൻഡപ്പ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. വേണ്ടേ സതീശൻ ചേട്ടനും വന്നിട്ടുണ്ട്. കിങ്ങിണി വീഡിയോ കാണണേന്ന് പറഞ്ഞേ. ഒരു വീഡിയോ കാണണേന്ന് പറയാൻ. ആ, അപ്പം ഇന്നത്തെ വിഷാദ കാക്കയെ കൂടെ ഇവിടെ അതിൻ്റെ നെഞ്ചത്ത് വെക്കിടന്ന് വെക്കുന്നുണ്ട്. എങ്ങനെയാവും അറിയില്ല. ഉരുണ്ട് താഴെ പോവോ എന്നാന്ന് അറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അത് തന്നെ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.